എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളികളുടെ പ്രിയപ്പെട്ട നടിയും ടെലിവിഷൻ താരവുമായ അനുമോളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായിരിക്കുകയാണ്. ഒരുപാട് നാളുകളായി ആരാധകർ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത ഒടുവിലെത്തി. അങ്ങനെ നമ്മുടെ അനുമോൾ വിവാഹിതയായി. ഗുരുവായൂരിൽ വെച്ച് വളരെ ലളിതമായും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു. അനുമോളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഈ ദിവസത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഭുവനേഷാണ് ജീവിത പങ്കാളിയായി എത്തിയത്. വളരെ സ്വകാര്യമായി സൂക്ഷിച്ചിരുന്ന വിവാഹ വാർത്തയായതിനാൽ തന്നെ ആരാധകർക്ക് ഈ വാർത്ത ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുമോളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. ഒരു പുതിയ തുടക്കത്തിന്റെ ആഘോഷം എന്ന രീതിയിലുള്ള ചിത്രങ്ങളും കുറിപ്പുകളും പങ്കുവച്ചതോടെ അനുമോളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. എന്നാൽ വിവാഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അനുമോൾ അവസാന നിമിഷം വരെ പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ വിവാഹ ചിത്രങ്ങളും വാർത്തകളും പുറത്തു വന്നതോടെ ആരാധകർ ഒന്നടങ്കം അനുമോളിനെയും ഭുവനേഷിനും ആശംസകൾ അറിയിക്കുകയാണ്. ടെലിവിഷൻ രംഗത്തിലൂടെയാണ് അനുമോൾ മലയാളി പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയത്. സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിലൂടെയും വിവിധ സീരിയലുകളിലൂടെയും അനുമോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറി. പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ 7ലും അനുമോൾ ശ്രദ്ധേയ സാന്നിധ്യമായി. ഷോയിലൂടെ അനുമോളുടെ സംസാരവും പെരുമാറ്റവും ആത്മവിശ്വാസവും പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ബിഗ് ബോസ് യാത്രയിലും അനുമോൾ തന്റെ വ്യക്തിത്വം കൊണ്ട് ഒരുപാട് ആരാധകരെ സ്വന്തമാക്കി. അവസാനം ആ സീസൺ വിജയി ആയി മാറിയതും അനുമോളുടെ കരിയറിലെ മറ്റൊരു വലിയ നേട്ടമായിരുന്നു. എന്നാൽ അനുമോളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നും ആരാധകർക്ക് വലിയ കൗതുകമായിരുന്നു. പ്രത്യേകിച്ച് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പലപ്പോഴും അനുമോളോട് ചോദിക്കപ്പെട്ടിരുന്നു. വിവാഹം എന്നത് ജീവിതത്തിലെ വലിയ തീരുമാനമാണെന്നും തനിക്ക് മനസ്സിലാകുന്ന ഒരാളെ ജീവിത പങ്കാളിയായി വേണമെന്നും അനുമോൾ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തെക്കുറിച്ച് അനുമോളുടെ കാഴ്ചപ്പാടും വളരെ ലളിതമായിരുന്നു. ആഡംബരങ്ങളെക്കാൾ പരസ്പരം മനസ്സിലാക്കി ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു പങ്കാളിയെയാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അനുമോൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലെ ലളിതമായ വിവാഹവും ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. വലിയ ആഘോഷങ്ങളെക്കാൾ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ഒരു മനോഹരമായ തുടക്കം, അതായിരുന്നു അനുമോളുടെ വിവാഹത്തിന്റെയും പ്രത്യേകത. വിവാഹ ചടങ്ങിൽ നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയും എത്തി. അനുമോൾ സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രത്തിലാണ് വിവാഹ ചടങ്ങിൽ എത്തിയത്. ഭുവനേഷ് കേരളത്തിന്റെ തനിമ നിറഞ്ഞ കസവ് മുണ്ടും ഗോൾഡൻ കുർത്തയും ധരിച്ചാണ് എത്തിയത്. വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ നിമിഷങ്ങൾക്കകം വൈറലായി. ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അനുമോൾക്ക് ജീവിതത്തിൽ ഇനി പുതിയൊരു കഥാപാത്രം. ഒരു നടിയായി മാത്രമല്ല, ഒരു മകളായി, സുഹൃത്തായി, സഹപ്രവർത്തകയായി പ്രേക്ഷകരുടെ സ്നേഹം നേടിയ അനുമോൾ ഇനി ഒരു ജീവിത പങ്കാളിയുടെ വേഷത്തിലും കടക്കുകയാണ്. ജീവിതത്തിലെ പുതിയ യാത്രകൾ അനുമോളും ഭുവനേഷിനും ഒരുമിച്ച് ഒരുപാട് മനോഹരമായ ഓർമ്മകൾ സൃഷ്ടിക്കട്ടെ. സന്തോഷത്തിലും സങ്കടത്തിലും പരസ്പരം കൈകോർത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയട്ടെ. ഇരുവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദാമ്പത്യം ആശംസിക്കാം. പ്രിയപ്പെട്ട അനുമോൾ, നിങ്ങളുടെ ജീവിതത്തിലെ ഈ പുതിയ തുടക്കം ഒരുപാട് സന്തോഷങ്ങളും നല്ല നിമിഷങ്ങളും നിറഞ്ഞതാകട്ടെ. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയട്ടെ. അനുമോളുടെയും ഭുവനേഷിന്റെയും ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അനുമോളുടെ വിവാഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഇത്തരത്തിലുള്ള കൂടുതൽ താരവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വിശേഷവുമായി കാണാം. നന്ദി.